ഹായ് വെൽക്കം ബാക്ക് ടു ട്രാൻഗൂർ ഗാർഡൻസ്. ഞാൻ അഞ്ജന കൃഷ്ണൻ. അപ്പോൾ വീണ്ടും വന്നേക്കുന്നത് ഒരു അടിപൊളി നാടൻ റോസിൻ്റെ കോംബോ ഓഫറുമായിട്ടാണ്. അപ്പോൾ ഈ കോംബോയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത് കരിഷ്മ റോസാണ്. കരിഷ്മ റോസിൻ്റെ അടിപൊളിയായിട്ടുള്ള ഹെൽത്തി പ്ലാന്റ്സ് ആണ്. ഇതാണ് നമ്മുടെ ഫ്ലവർ എന്ന് പറയുന്നത്. തീജ്വാല എങ്ങനെയാണോ അതേപോലെ പൂത്ത് നിൽക്കുന്നതാണ് ഈ ഒരു റോസ് എന്ന് പറയുന്നത് കേട്ടോ. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഒരു അടിപൊളി വെറൈറ്റിയാണ് കേട്ടോ ഈ ഒരു റോസ് എന്ന് പറയുന്നത്. നല്ലൊരു കളർഫുള്ളായിട്ട് നമ്മുടെ ഗാർഡനിൽ നിൽക്കാൻ പറ്റിയൊരു റോസാണ് ഈ ഒരു കരിഷ്മ എന്ന് പറയുന്നത്. കരിഷ്മയുടെ ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് നമ്മൾ കോംബോയിൽ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. അതും ഓൺ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ്. എൻ്റെ അടുത്ത് വരുന്ന മിക്ക പേർക്കും ഓൺ റൂട്ടഡ് പ്ലാന്റ്സിനോടാണ് താല്പര്യം. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും നമ്മുടെ നാടൻ റോസ് തന്നെ ഈ ഒരു കോംബോയിൽ ഉൾപ്പെടുത്തുന്നത് കേട്ടോ. രണ്ടാമതായിട്ട് വരുന്നത് ഈ ഒരു മിനിയേച്ചർ ടൈപ്പാണ്. നല്ല രസമാണ് ഈ ഒരു മിനിയേച്ചർ ടൈപ്പ് എന്ന് പറയുന്നത്. റോസാപ്പൂക്കൾ എന്ന് പറയുമ്പോൾ നമ്മൾ വലിയ പൂക്കളായിരിക്കും പെട്ടെന്ന് ഓർമ്മ വരിക, വെള്ളയും ചുവപ്പും ഒക്കെ ആയിട്ടുള്ള റോസായിരിക്കും. പക്ഷെ അതിൽ നിന്ന് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ളതാണ് ഈ ഒരു മിനിയേച്ചർ ടൈപ്പ് എന്ന് പറയുന്നത്. അതിൽ തന്നെ നല്ല കൊലകൊലയായിട്ട് പൂക്കുന്നൊരു ടൈപ്പാണ് ഈ ഒരു റോസ് എന്ന് പറയുന്നത്. പെറ്റൽ കൊണ്ടും മറ്റുള്ള റോസിൽ നിന്നും കുറച്ച് ഡിഫറെൻറ്റ് കാണിക്കുന്നുണ്ട്. നിങ്ങൾക്കിത് വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. ആദ്യത്തെ നമ്മളിപ്പോൾ അത്തമൊക്കെ ഇടുന്നില്ലേ, അതേപോലെ ഫസ്റ്റ് കുറച്ച് അതിനടുത്ത് ഇച്ചിരി വലിപ്പം, അതിനടുത്ത് പിന്നെയും അറേഞ്ച്മെൻറ്റ്, അങ്ങനെയാണ് ഓരോ ലെയർ ആയിട്ടാണ് ഈ ഒരു ഫ്ലവറിൻ്റെ അറേഞ്ച്മെൻറ്റ് വരുന്നത് കേട്ടോ. അപ്പം നമ്മുടെ കോമ്പോയിൽ രണ്ടാമതായിട്ട് വരുന്നത് ഈ ഒരു റോസാണ്. നമ്മുടെ കോമ്പോയിൽ മൂന്നാമതായിട്ട് ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത് ഈ ഒരു മഞ്ഞ സുന്ദരിയാണ്. നല്ല മഞ്ഞ പൂക്കളാണ്, അടിപൊളി മഞ്ഞയാണ് കേട്ടോ കാണാനായിട്ട്. വെള്ളയും മഞ്ഞയൊക്കെ ആയിട്ട് മിക്സഡ് ആയിട്ട് പൂക്കുന്നൊരു ടൈപ്പാണ്. ഓരോ തവണയും ഓരോ പൂക്കൾ തരും. മിനിയേച്ചർ ടൈപ്പാണിതും. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഇതിൻ്റെ പ്ലാന്റ്സ് ആണ് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ട് വരുന്നത് കേട്ടോ. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അതുപോലെ തന്നെ നിറയെ പൂക്കളും മുട്ടുകളോട് കൂടിയ ഹെൽത്തി ആയിട്ടുള്ളൊരു പ്ലാന്റാണ് നമ്മൾ ഈ ഒരു കോംബോയിൽ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. നമുക്കിപ്പോൾ കോംബോയിൽ ഇടുമ്പോൾ തന്നെ ഒരുപാട് പേര് വന്നിട്ട് സെപ്പറേറ്റ് പ്ലാന്റ്സ് ചോദിക്കുന്നുണ്ട്. സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് ഈ ഒരു പ്ലാന്റ് അവൈലബിൾ ആണ് കേട്ടോ. നല്ല ഹെൽത്തി ആൻഡ് ഹെൽത്തിയും പൂക്കളും മൊട്ടുകളും ഒക്കെ കൂടിയ ഓൺ റൂട്ടഡ് പ്ലാന്റ്സ്, നിങ്ങൾ ആഗ്രഹിക്കുന്ന പ്ലാന്റ്സ് തന്നെയാണ് ഇതിൽ വരുന്നത്. അടുത്തതായിട്ട് വരുന്നത് നമ്മുടെ സമ്മർ സ്നോ ആണ്. സമ്മർ സ്നോയുടെയും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് തന്നെയാണ് കേട്ടോ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. അതായത് നിങ്ങൾ പൂക്കളെ ഇഷ്ടപ്പെടുന്നവരാണ്, മുറ്റം നിറയെ എന്നും പൂക്കൾ കാണണം എന്ന് ആഗ്രഹിക്കുന്നവർക്കാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ചോയ്സാണ് ഈ ഒരു റോസിൻ്റെ കോംബോ എന്ന് പറയുന്നത്. പിന്നെ ഇത് അടുത്തതായിട്ട് വന്നേക്കുന്നത് നമ്മുടെ കാശ്മീരി റോസാണ്. കാശ്മീരി റോസ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാമായിരിക്കും. ഒരു തവണ പോലും പൂക്കളില്ലാണ്ട് നമ്മുടെ ഗാർഡനിൽ ഉണ്ടാവില്ല. എന്നും പൂക്കൾ തന്നുകൊണ്ടിരിക്കും. നമ്മൾ അധികം കെയർ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ പോലും പൂക്കൾ തരുന്നൊരു വെറൈറ്റിയാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു കോംബോ വരുന്നത് 380 രൂപ ഇൻക്ലൂഡിങ് കൊറിയർ ചാർജാണ്. DTDCയുടെ ചാർജ് ഉൾപ്പെടെ 380 ആണ്. അപ്പോൾ വേണ്ടവർ ഇതിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലൊക്കെ മെസ്സേജ് ഇടാം. താങ്ക്